സാർ ഇവിടെ മൊയ്തീൻ സാറിന്റെ അടുത്ത് എത്ര വർഷമായി ചികിത്സ? അങ്ങനെ എത്ര വർഷം മുമ്പ് വന്നതാണ്? ഞാൻ എൻ്റെ സ്വന്തം ബ്ലോക്കിന് വന്നത് 4 വർഷമായി. 4 വർഷം. 15 വർഷം മുന്നേ എൻ്റെ സിസ്റ്ററിയും കൊണ്ടുവന്നിട്ടുണ്ട്. സിസ്റ്ററും ഹാർട്ടിന്റെ. അവർക്കിപ്പോ അവര് ഒരു പ്രശ്നമില്ല. ഇപ്പൊ 15 വർഷമായി. 29 years. ഇതിനെ കുറിച്ചൊരു വിഷയമില്ല അവർക്ക്. ഇല്ല, ഒരു പ്രശ്നമില്ല. എനിക്കും അങ്ങനെ തന്നെ ഈ 4 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല. ഒരു ചെറിയൊരു സംശയമുള്ള ഇപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വന്നേ. ഡോക്ടർ പറഞ്ഞു ഒന്നും വേണ്ട, കംപ്ലീറ്റ് ക്ലിയർ ആണെന്ന് പറഞ്ഞു. എനിക്കും അങ്ങനെ പ്രശ്നമില്ല. മാഡത്തിന് സാറിന്റെ കൂടെ വെറുതെ വന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, വെറുതെ ചെക്കപ്പിനായിട്ട് വന്നു മാത്രം. വേറെ അങ്ങനെ സാറെന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇന്നത് കഴിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എന്തും കഴിക്കാം. ഇവിടെ ഒന്ന് അന്നേ പറഞ്ഞാണ് ഭക്ഷണത്തിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എന്തും കഴിക്കാം. പിന്നെ എന്താണ് യോഗ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞത്. അത് ഡെയിലി ചെയ്യും? ഡെയിലി 1 മണിക്കൂർ കാലത്ത് അത് ചെയ്യും. മരുന്നൊന്നുമില്ല? ബ്രീത്തിങ് എക്സസൈസ് ആണ് അതിന്റെ പേരിന്. ബ്രീത്തിങ് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അതിനെ കുറിച്ച് അറിയണത് തന്നെ. അപ്പോൾ ഈ മരുന്ന് തീരെ ഇല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ഓപ്പറേഷൻ കഴിക്കുകയാണെങ്കിലും പിന്നെയും ആജീവനാന്തകാലം മരുന്നാണ്. ഇതിപ്പോ ഒരാഴ്ചത്തെ ചികിത്സ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു യോഗ ട്രീറ്റ്മെന്റ് മാത്രം. അപ്പൊ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അനുഭവമുള്ളവരാകുമ്പോ പിന്നെ കുറച്ചും കൂടെ വിശ്വാസമാവും. അങ്ങനെ തന്നെയല്ല, നമുക്കത് പൂർണ്ണമായി മാറണില്ല. പൂർണ്ണമായി മാറുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള വിഷമങ്ങൾ വേറെ എല്ലാം ഉണ്ട്. എന്റെ തന്നെ അപ്പോ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്ന് പറയാം. ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് രണ്ടിടലല്ല, അങ്ങനെ പറഞ്ഞാണ്. ഇത് എനിക്ക് ഇത് അറിയുന്നതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇവരും ധൈര്യത്തിലിരുന്നു. സാറിന്റെ എത്ര പേര് ഞങ്ങളുടെ വിട്ടിട്ടുണ്ടാവും ഇത് പേഷ്യൻസിനെ? ആ പേഷ്യൻസ് ഇപ്പോ 3 പേരല്ലേ? 3 പേര്. നമ്മുടെ ഫാമിലി 3 പേര്. ഫാമിലി അറ്റാക്കിന്റെ പ്രശ്നം ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ അറ്റാക്കിന്റെ പ്രശ്നം ഞങ്ങൾ വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്, ചികിത്സ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് സാധാരണ കുറെ ആൾക്കാരുണ്ട്. സാറവിടെ കണ്ണൂർ ചെറുകുന്ന് പറയും, പഴയങ്ങാട്ട് റൂട്ട് ചെറുകുന്ന്. ഓക്കെ, താങ്ക് യു സാർ, കോപ്പറേറ്റ് ചെയ്ത് നന്ദി.